നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. അമ്മയും കുഞ്ഞും ബ്ലോക്ക് കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. രോഗികളെ പാർപ്പിക്കുന്ന കെട്ടിടമല്ലാത്തതിനാൽ അപകടം ഒഴിവായി. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ഗുരുവായൂരിൽ വെർച്വൽ ക്യൂ ഹിറ്റ്. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്ക് ദർശനത്തിന് അവസരം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് പൂർത്തിയായതായി ദേവസ്വം. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങളെന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. മണ്ഡലം രൂപീകൃതമായ ശേഷം ബങ്കിപ്പൂരിൽ ആദ്യമായി ബിജെപി തോൽക്കുന്നത് ജന്തർ മന്ദിർ സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ജനവിരുദ്ധ വികാരത്തിന്റെ ശരിയായ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിഫലനമാണെന്നും രാജീവ്. സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയത്തിൽ മറ്റത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റൻ സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് കൈമാറി സർക്കാർ ഉത്തരവായി. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ എന്നിവയുടെ ഉടമസ്ഥാവകാശമാണ് 28 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാർ ഉത്തരവിലൂടെ പള്ളിക്ക് സ്വന്തമാകുന്നത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണമെന്ന ആരോപണം. ആക്രമണത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. മണ്ണെടുപ്പ് മൂലം കിഴക്കേ പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മേഖലയിൽ സന്ദർശനം നടത്തി. കിഴക്കേ പന്നിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൽ നിന്ന് വൻതോതിൽ മണ്ണെടുത്തതാണ് പ്രദേശത്ത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. ആളപായമില്ല. നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്ക് കെട്ടിടത്തിലാണ് ഇന്ന് വൈകിട്ടോടെ തീ പടർന്നത്. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻതോതിൽ കറുത്ത പുക ഉയർന്നതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രോഗികളെ പാർപ്പിക്കുന്ന കെട്ടിടമല്ലാത്തതിനാൽ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി, തൃശൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിൽ പെയിന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ ഉണ്ടായിരുന്നു. വലിയ തോതിൽ കറുത്ത പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും സ്ഥലത്തെത്തിയിരുന്നു. അത് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ, ഇത് 264 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അപ്പുറത്ത് 184 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആശുപത്രി കെട്ടിടം മാത്രമല്ല, ആശുപത്രിയുടെ എല്ലാ എക്യുപ്മെൻസും, അതായത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, AC, അതുപോലെ തന്നെ പിന്നെ വയറിങ്, മറ്റേ ഓക്സിജൻ സിസ്റ്റം, ഇതെല്ലാം ചേർന്നതാണ് കെട്ടിട നിർമ്മാണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു നോക്കുന്നുണ്ട്. ഈ സമയത്ത് തൊഴിലാളികളുണ്ടായിരുന്നോ? സമയത്ത് സാധാരണ ഇപ്പോൾ ഈ സമയത്ത് എത്രയായല്ലോ, അപ്പോൾ ആ അളവിലുണ്ടായിരുന്നില്ല എന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. തൊഴിലാളികളുണ്ടായിരുന്നില്ല അല്ലേ? പണി നടന്നിരുന്നു, തൊഴിലാളികൾ വലിയ അളവിലുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്. ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല? ഒന്നും പരിക്ക് വന്നിട്ടില്ല. ഞാൻ അവിടെ പോയി അങ്ങോട്ട് പോകേണ്ടതെന്നില്ല പറഞ്ഞപ്പോൾ ശരി, എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി. ശരി. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. രാവിലെ 7 മുതലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചത്. രാവിലെ 6:30 കിഴക്കേനടയിലെ ഭഗവതി അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. അടുത്ത മാസത്തേക്കുള്ള ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർക്കായി പ്രത്യേക വരി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ബുക്കിംഗ് രസീതിയും ആധാർ കാർഡും സഹിതം ദർശന സമയത്തിന് കുറഞ്ഞത് അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേനടയിലെ നിലവിലെ വരിയുടെ വടക്കേ അറ്റത്താണ് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള പ്രത്യേക പ്രവേശന വരി ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചവരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ലഭ്യമാകും. ഭക്തരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ദർശനം കൂടുതൽ ക്രമബദ്ധമാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കിയത്. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ അക്ബറും കുടുംബവും പുറത്തുപോയിരുന്നു. രാത്രി 8:30ഓടെ തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ അകത്ത് കയറി അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും, ആധാർ കാർഡ്, RC ബുക്ക് എന്നിവ ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. അക്ബർ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിലെ അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. പുറകുവശത്തെ ഗ്രില്ലും തകർത്താണ് മോഷ്ടാക്കൾ പോയത്. സംഭവത്തിൽ CCTV ക്യാമറകൾ നിരീക്ഷിച്ച് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയത്തിൽ മറ്റത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് കൈമാറി സർക്കാർ ഉത്തരവായി. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ എന്നിവയുടെ ഉടമസ്ഥാവകാശമാണ് 28 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാർ ഉത്തരവിലൂടെ പള്ളിക്ക് സ്വന്തമാകുന്നത്. ജൂലൈ 31-നാണ് ഇതു സംബന്ധിച്ച സർക്കാർ ഉത്തരവിറങ്ങിയത്. 136 വർഷം മുമ്പ് ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അധ്യയനം നടത്തുന്ന സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് 1968-ൽ ആൺകുട്ടികൾക്ക് മാത്രമായി ആരംഭിച്ച ബോയ്സ് ഹൈസ്കൂൾ സ്ഥാപിച്ചു. 2000-ൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ഈ വിദ്യാലയത്തിൽ തുടങ്ങി. ബോയ്സ് LP സ്കൂളും വർഷങ്ങൾക്ക് മുമ്പായി സ്ഥാപിച്ചതാണ്. 1890-ൽ ആരംഭിച്ച ആദ്യ വിദ്യാലയത്തിന് നാട്ടുരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ രാജാവ് 1905-ൽ അംഗീകാരം നൽകി. 1944-ലാണ് വിദ്യാലയം ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നത്. 1998-ലാണ് വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയത്. പള്ളിയിലെ ഭക്തസംഘടനയായ സെന്റ് ഫ്രാൻസിസ് ശവരിയർ സഭയിലെ അംഗങ്ങളെ ഇടക്കാലത്ത് സ്കൂൾ നടത്തിപ്പിന് സഹായികളാക്കിയിരുന്നു. ഇവരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെട്ട ഒരു സംഘം 1998-ൽ സെന്റ് ഫ്രാൻസിസ് വായനാ സമാജം എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കുകയും സ്കൂളിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. 1968-ലാണ് റീഡിംഗ് അസോസിയേഷന്റെ ഭരണഘടന തയ്യാറാക്കിയത്. പള്ളിയോഗത്തിൻ്റെയോ രൂപത അധികാരികളുടെയോ അംഗീകാരമില്ലാതെയായിരുന്നു ഭരണഘടന ആവിഷ്കരിച്ചത്. KER പ്രകാരം അൺരജിസ്റ്റേർഡ് സൊസൈറ്റിക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാനാകില്ലെന്നിരിക്കെ പള്ളിയുടെ സംഘടന എന്ന നിലയ്ക്കാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത്. സ്കൂളുകളുടെ നടത്തിപ്പിനായി പള്ളി രൂപവൽക്കരിച്ച സെന്റ് ഫ്രാൻസിസ് റീഡിംഗ് അസോസിയേഷന്റെ നിയന്ത്രണം കൈക്കലാക്കിയവർ 1998-ൽ ഭരണ ഭേദഗതിയിലൂടെ സ്ഥിരം മാനേജർ പദവി മറ്റം പള്ളി വികാരിയിൽ നിന്ന് എടുത്തുമാറ്റുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധിയും സമ്പാദിച്ചു. മാനേജർ പദവി സൊസൈറ്റിയിലുള്ളവർക്ക് നൽകാൻ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടപടി ആരംഭിച്ചെങ്കിലും ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളൊന്നും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചില്ലെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. തുടർന്ന് DEO തന്നെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. നിലവിൽ DEOയായിരുന്നു മാനേജർ പദവി അലങ്കരിച്ചിരുന്നത്. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും അറ്റകുറ്റപ്പണിയില്ലാതെ കെട്ടിടങ്ങൾ ശോച്യാവസ്ഥയിലാകുകയും ചെയ്തതോടെ സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. കൂടാതെ പള്ളി അധികൃതർ യഥാർത്ഥ ആധാരം, ലാൻഡ് റവന്യൂ രസീത്, ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കുകയും ചെയ്തു. ഇതോടെയാണ് സ്കൂൾ ഇവർക്ക് വിട്ടു നൽകാൻ തീരുമാനമായത്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായാണ് ഈ മാനേജ്മെൻറ്റ് കൈമാറ്റമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റം പള്ളി വികാരിയും കൈക്കാരന്മാരും സ്കൂൾ കമ്മിറ്റി അംഗങ്ങളും വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തി. 100 വർഷത്തോളം മറ്റിടവകയുടെ കീഴിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഹയർ സെക്കൻഡറി വരെ വളർന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഈ പ്രദേശത്തെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ സകല മനുഷ്യർക്കും വിദ്യ നൽകി ഭാവി സുരക്ഷിതമാക്കി പള്ളിയിൽ നിന്ന് പണമെടുത്ത് ഉച്ചക്കഞ്ഞി 100 വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത് വിശപ്പടക്കിയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു ചരിത്രമുള്ള പള്ളിയാണ്. ഇവിടെ കഴിഞ്ഞ 10-30 വർഷമായി ഈ സ്കൂളുകൾ മാനേജ്മെൻറ്റ് തർക്കത്തിൽ കിടക്കുകയായിരുന്നു.
പള്ളിയുടെ ഉടമസ്ഥതയാണ് ഈ സ്കൂളുകൾ എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഫലമായി സർക്കാർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പള്ളിയുടേതാണെന്ന് സ്കൂളെന്ന് ഡിക്ലെയർ ചെയ്യുകയും പള്ളിക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തരവ് 31-ാം തീയതി പുറത്തിറക്കി. അതിനെ തുടർന്ന് പള്ളിയുടെ വികാരി എന്നുള്ള നിലയിൽ ചാർജ് എടുക്കുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും കേച്ചേരി തൂവാനൂരിൽ കൂറ്റൻ മരം വൈദ്യുതി കമ്പിയിലേക്കും റോഡിലേക്കും കടപുഴകി വീണു. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം സംഭവിച്ചത്. കൂറ്റൻ മദ്രാശി മരമാണ് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് കുന്നംകുളം അഗ്നിരക്ഷാ സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സമീപത്ത് ഏറെ വാഹനത്തിരക്കുള്ള ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലേക്ക് മരം വീഴാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഗ്രേഡ് ഓഫീസർ ബെന്നി മാത്യു, അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ അൻവർ, ശ്യാം, ശരത് സ്റ്റാൻലിൻ, ടോണി ജോസ്, ആദർശ്, വിപിൻ, സനിൽ, ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘാംഗങ്ങളാണ് മരം മുറിച്ചുമാറ്റിയത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങളെന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 4ാം തൂണും ഡിജിറ്റൽ കാലവും എന്ന വിഷയത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണവർഗത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് സമൂഹത്തിൽ നുണനിർമ്മാണം നടക്കുന്നത്. സത്യം വിശദീകരണം തുടങ്ങുമ്പോഴേക്കും നുണകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടാൽ നിരവധി നുണകളുടെ അപനിർമ്മാണം നടക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാനാകും. രാജ്യത്ത് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും നീതിന്യായ വിഭാഗവും ഒട്ടിച്ചേർന്നിരിക്കുന്ന കാലഘട്ടമാണിത്. നിയമനിർമ്മാണ സഭ കൂടുന്നതുപോലും കാര്യനിർവഹണ വിഭാഗത്തിന്റെ തീരുമാനങ്ങൾ ഒപ്പുവയ്ക്കാൻ മാത്രമാണ്. നീതിന്യായ വിഭാഗം അടുത്ത കാലത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഒരു പ്രയോഗം കൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി എന്നതാണ്. മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യമായാണ് ബങ്കിപ്പൂരിൽ BJP തോൽക്കുന്നത്. ജന്തർ മന്ദിർ സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ജനവിരുദ്ധ വികാരത്തിന്റെ ശരിയായ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിഫലനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു 100 പുതിയ നുണകൾ തുടർച്ചയായി വന്നിരുന്നു. അത് നമ്മളത് ശരിയെന്ന് പറയുമ്പോൾ മറ്റേ ബോധം സ്ഥാപിതമായി കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവരുടെ എല്ലാം ഫാക്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കല്ലേ നമ്മൾ ഓരോരുത്തർക്ക് അങ്ങനെയല്ല അങ്ങനെയാണെന്ന് വിശദീകരിക്കുവാൻ നുണകളാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ പുതിയ സാധ്യതകൾ ജനാധിപത്യത്തിൽ നൽകുന്നുണ്ടെങ്കിലും അതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയെ മറികടന്ന് എങ്ങനെ പുതിയ രൂപത്തിലേക്ക് എത്തും. മാധ്യമപ്രവർത്തകരായ KK ഷാഹിന, സനീഷ് ഇളയടത്ത് എന്നിവർ പാനലിസ്റ്റുകളായി. മാധ്യമപ്രവർത്തക അനുപമ വെങ്കിടേഷ് മോഡറേറ്ററായി. DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA സൈഫുദ്ദീൻ, വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി നിതിൻ വിജയൻ എന്നിവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ നിർമ്മിച്ച താൽക്കാലിക റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് താൽക്കാലിക റോഡിൽ വെള്ളം കയറിയത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. താൽക്കാലിക റോഡിന് ഉയരം കുറവാണെന്നും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും CCTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൽക്കാലിക റോഡ് ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ശക്തമായ മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. നൂറടിത്തോടിന് കുറുകെയുണ്ടായിരുന്ന പാലം പുനർനിർമ്മാണത്തിനായി 2 മാസം മുമ്പ് പൊളിച്ചതോടെയാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെ ബൈക്കുകളും ഓട്ടോറിക്ഷകളുമാണ് സഞ്ചരിച്ചിരുന്നത്. പാലം പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തതും വാഹനയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി ക്ഷേമസമിതി അറിയിച്ചു. താഴെ വീണ പേനയുടെ മൂടിയെടുക്കാൻ ഡെസ്കിന് മുകളിലൂടെ ശ്രമിച്ചതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചതും വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുവാനും മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുവാനും ഇടയാക്കിയത്. എന്നാൽ താൻ കാഴ്ചശക്തിയില്ലാത്തവനാണെന്നും കുട്ടി ഡെസ്കിൽ കയറിയിരുന്നതാണ് അടിക്കുവാൻ കാരണമെന്നും പറഞ്ഞ് അധ്യാപകൻ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത്. ഇത് കുട്ടിക്കും കുടുംബത്തിനും മാനസിക പ്രയാസമുണ്ടാക്കുന്നതായി പട്ടികജാതി ക്ഷേമസമിതി പറഞ്ഞു. അപ്പോൾ നാട്ടിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നവമാധ്യമം കൈകാര്യം ചെയ്യുന്ന പല ആളുകളും അതിന് സത്യാവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ ഈ അധ്യാപകൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് അധ്യാപകൻ സ്വയം സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആളുകളും അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടിയുടെ മാനസികമായിട്ടുള്ള
പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് PKS എന്ന നിലയ്ക്ക് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അതിനകത്ത് എന്തും എഴുതിയിടാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരു പൊതുസമൂഹത്തിനകത്ത് നവമാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോകരുത്. കുട്ടിയുടെ മാനസികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യും എന്നാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത്. അപ്പോൾ അതിനെക്കൂടി ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് PKS കൈകാര്യം ചെയ്തു പോകുന്നത്. ആ രീതിയിൽ തന്നെ കാണണമെന്ന് ഇത്തരത്തിലുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. ആക്രമണത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് PKS വരവൂർ ലോക്കൽ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. സംഭവത്തിന്റെ പശ്ചാത്തലമറിയാതെ കുട്ടിക്ക് മാനസികമായി ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായി ഇടപെടുമെന്ന് PKS വള്ളത്തോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR രതിമോഹൻ, ഏരിയ കമ്മിറ്റി അംഗം PK യശോദാമണി എന്നിവർ വ്യക്തമാക്കി. കടവല്ലൂർ പാടത്ത് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. അപകടത്തിൽപ്പെട്ട വാഹനം തിങ്കളാഴ്ച രാത്രി തന്നെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ പുറത്തെടുത്തത്. ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ, കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂബ ടീം അംഗങ്ങളായ സനൽ, സുരേഷ്, വിപിൻ എന്നിവരും ചേർന്നാണ് വാഹനം സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5 ായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ ശ്മശാന നിർമ്മാണം പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്യരുതെന്ന ആവശ്യവുമായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. വിഷയത്തിൽ ഇതുവരെ നടത്തിയ ഇടപെടലുകളും പ്രതിഷേധ പരിപാടികളും വിശദീകരിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ നോട്ടീസും പ്രദേശവാസികൾക്ക് വിതരണം ചെയ്തു. ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് കൺവീനർ മാധവൻ പൂങ്ങാട്ട്, മനോജ് വെള്ളക്കട, അശോകൻ എടക്കാട്ട്, അഖിൽ കണക്കഞ്ചേരി, ജിതേഷ്, വിനു കണ്ടംപുള്ളി, റുക്മ്യ സുധീർ, സുരേഷ് കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണെടുപ്പ് മൂലം കിഴക്കേ പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മേഖലയിൽ സന്ദർശനം നടത്തി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട കിഴക്കേ പന്നിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൽ നിന്ന് വൻതോതിൽ മണ്ണെടുത്തത് പ്രദേശത്ത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. റോഡ് നിരപ്പിനേക്കാൾ ആഴത്തിൽ മണ്ണെടുത്തതിനെ തുടർന്ന് രൂപപ്പെട്ട വലിയ കുഴിയിൽ നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. മഴ കനത്തതോടെ മണ്ണ് കുതിർന്ന് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VV തിലകൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, ആളൂർ വില്ലേജ് ഓഫീസർ VS ലീന, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദൃശ്യ T മനോഹർ, ഓവർസിയർ VK ശൈല, പ്രദേശവാസികളായ രവി പന്നിശ്ശേരി, സുബിൻ പന്നിശ്ശേരി എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്തെ ഗുരുതര അപകടാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ട അധികൃതർ അടിയന്തര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ആവശ്യമായ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ എതിർവശത്തായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. 3 ദിവസമായി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. പൈപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായി പൈപ്പ് പൊട്ടിയതിനാൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഒഴുകിപ്പോകുന്നത്. പഞ്ചായത്ത് അധികൃതർ വിവരമറിയിച്ചതനുസരിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മേഖലയിലേക്കുള്ള വെള്ളം വിതരണം നിർത്തിവെച്ചു. അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി പൈപ്പ് മാറ്റി സ്ഥാപിച്ച ശേഷമായിരിക്കും ജലവിതരണം പുനരാരംഭിക്കുക. കനത്ത മഴയിൽ ജനങ്ങളെ രക്ഷിക്കാൻ എപ്പോഴും സജ്ജരായിരിക്കേണ്ട ഗുരുവായൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരിതക്കയത്തിൽ. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുകയും കെട്ടിടം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലുമാണ് അഗ്നിശമന സേന ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതേസമയം ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം 6 മാസം മുമ്പ് തന്നെ പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ അവിടേക്ക് മാറാനാകാതെ പഴയ കെട്ടിടത്തിൽ തന്നെ തുടരേണ്ടി വരികയാണ്. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെക്കേനടയിൽ ദേവസ്വം ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഗുരുവായൂർ ദേവസ്വം 2 നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം അഗ്നിരക്ഷാസേനയ്ക്ക് കൈമാറാനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ കെട്ടിടത്തിന് പ്രതിമാസം 1.80 ലക്ഷം രൂപ വാടക ദേവസ്വം ആവശ്യപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇത്രയും വലിയ തുക വാടകയായി നൽകാൻ കഴിയില്ലെന്നാണ് അഗ്നിരക്ഷാസേനയുടെ നിലപാട്.
വാടക കുറച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേനാ ആസ്ഥാനത്ത് നിന്ന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൌസ്തുഭം റെസ്റ്റ് ഹൌസ് ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം മന്ത്രി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ചെയർമാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ NK അക്ബർ MLA ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഗുരുവായൂർ അഗ്നിശമന സേന വർഷങ്ങളായി ദേവസ്വത്തിന്റെ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മഞ്ജുളാൽ പരിസരത്തുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ആ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ 5 വർഷം മുമ്പ് വടക്കേനടയിലെ കൈരളി ജംഗ്ഷനിലുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ അതിലും ദയനീയമാണ്. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഓഫീസിലേക്ക് കയറിയ വെള്ളം ഉദ്യോഗസ്ഥർ പമ്പ് ചെയ്ത് കളയുകയാണുണ്ടായത്. കെട്ടിടത്തിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കുന്നതിനാലും ചോർച്ചയുള്ളതിനാലും ചുവരുകൾ കുതിർന്നിരിക്കുകയാണ്. കെട്ടിടം സൗജന്യമായി ലഭിച്ചതിനാൽ ആവശ്യമായ സൗകര്യങ്ങൾ ആവശ്യപ്പെടാനും അഗ്നിരക്ഷാ സേനയ്ക്ക് പ്രയാസമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും സ്ഥാപനത്തിന്റെ പേരെഴുത്തും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും പൂർത്തിയായിട്ടുണ്ട്. ആവശ്യമായ ഭരണാനുമതികളും ഔപചാരിക നടപടികളും പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്നാൽ മാത്രമേ അഗ്നിരക്ഷാ സേനയ്ക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകൂ. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന സേനയെ ആദ്യം ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ച ഗുരുവായൂരിലെ വ്യാപാരികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ മന്ത്രിമാർക്കും MLA-മാരായ NK അക്ബർ, C രവീന്ദ്രനാഥ് എന്നിവർക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് എന്നിവർ നിവേദനം നൽകി. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന RSS നേതാവ് TJ മോഹൻദാസിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് CPM ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി. പോർക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗതിയൂരിൽ നടത്തിയ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം K രാമകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ്, ലോക്കൽ സെക്രട്ടറി KM നാരായണൻ, PS ഷാനു, P അരവിന്ദാക്ഷൻ, ED അജയ ഘോഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും. പഞ്ചായത്തിലെ 9, 10 വാർഡുകളിൽ ഉൾപ്പെടുന്ന തിരുവത്ര, ആളൂർ, തിരുത്തി, ചിറക്കാവ് തുടങ്ങിയ മേഖലകളിലാണ് വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും രൂക്ഷമായി തുടരുന്നത്. തിരുവത്രയിൽ കാക്കശ്ശേരി സൈമന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. പൈനിത്തടം കുന്നിൻമുകളിൽ നിന്നും വെള്ളം ഒഴുകി വന്നതിനെ തുടർന്നാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലമായതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമായിരുന്നു. ഓരോ മഴക്കാലത്തും ഇവിടെ മണ്ണിടിച്ചിലും പതിവാണ്. ആളൂർ ചിറക്കാവ് ക്ഷേത്രവും പരിസരവും വെള്ളക്കെട്ടിൽ മുങ്ങി. ചിറക്കാവ് പാടശേഖരത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും വെള്ളത്തിനടിയിലായ നിലയിലാണ്. വർഷങ്ങളായി ക്ഷേത്രവും പരിസരവും വെള്ളത്തിൽ മുങ്ങുന്നത് സ്ഥിരം കാഴ്ചയാണ്. ആളൂർ തിരുത്തിയിൽ ജനവാസ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണുള്ളത്. ചില വീടുകളുടെ മുൻഭാഗം വെള്ളത്തിൽ മുങ്ങി. മഴ തുടർന്നാൽ ഡാമുകൾ തുറക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതോടെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ട സാഹചര്യമാണുള്ളത്. തിരുത്തിയിൽ തന്നെയുള്ള പാടശേഖര സമിതിയുടെ ഓഫീസ് കെട്ടിടവും സമീപത്തെ വീടുകളും വെള്ളം കയറിയ നിലയിലാണ്. ചൊവ്വാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. അതിനിടെ മഴ വീണ്ടും ശക്തമാകുമെന്നതും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലയിലുള്ളവർ ആശങ്കയിലാണ്. കാലങ്ങളായി യാത്രാ ദുരിതം പേറുന്ന വടക്കേക്കാട്, ചൂതക്കുളം, പുന്നേർക്കുളം, പരൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടിയാട്ടയിൽ താഴം റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻഫീൽഡ് കൂട്ടായ്മയുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. പറയങ്ങാട്ടയിൽ പള്ളി, മാഞ്ചിറക്കൽ ക്ഷേത്രം, കിഴക്കയിൽ പള്ളി എന്നിവിടങ്ങളിലേക്കും ICA, അമൽ, തിരുവളയന്നൂർ, ചമ്മന്നൂർ സ്കൂളുകളിലേക്കും പോകാൻ വിദ്യാർത്ഥികളടക്കം ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇടിയാട്ടയിൽ താഴം റോഡ്. ഇതിലൂടെയുള്ള യാത്ര ജനങ്ങളുടെ നടുവൊടിക്കുന്ന സ്ഥിതിയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണോ തോടാണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥ. 825 മീറ്റർ നീളത്തിലുള്ള റോഡിന്റെ ഭൂരിഭാഗവും വെള്ളം ഒലിച്ചു പോകാനുള്ള കാന നിർമ്മിച്ചിട്ടില്ല. പറയങ്ങാടി പള്ളിവളവ് മുതൽ ഇടിയാട്ടയിൽ താഴം വരെ മാത്രമാണ് കാന നിർമ്മിച്ചിട്ടുള്ളത്. റോഡിന്റെ തുടക്കം മുതൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെയാണ് ചാലിട്ടൊഴുകുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ജനങ്ങളുടെയും വാർഡ് മെമ്പറുടെയും അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് NK അക്ബർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചിരുന്നു. 3 തവണ ടെൻഡർ വെച്ചെങ്കിലും കരാർ ഏറ്റെടുത്തില്ല.
2021 അവസാനമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇത്തരം അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി അടിയന്തര യോഗം ചേർന്നത്. ചെറുവട്ടത്ത് പടിഞ്ഞാറയിൽ ബദ്രുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാനിദ കരീം, വാർഡ് മെമ്പർ ഷനിൽ അപ്പു, വടക്കേക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ഫസലുൽ അലി, മുൻ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര തുടങ്ങി നിരവധി പ്രദേശവാസികളും പങ്കെടുത്തു. റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് നീങ്ങുവാനും ഗുരുവായൂർ MLA അനുവദിച്ച 13 ലക്ഷം മതിയാവാതെ വരുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം തേടുവാനും യോഗം തീരുമാനിച്ചു. തുടർ നടപടിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ഷനിൽ അപ്പു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫിന് അപേക്ഷ നൽകി. എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായ രീതിയിൽ നവീകരണ പ്രവർത്തനം നടത്തി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. പവർട്ടി സെന്റർ വികസനം മണലൂർ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പവർട്ടി സെന്റർ വികസനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം തയ്യാറാക്കിയ 93.81 ലക്ഷം രൂപ അടങ്കൽ വരുന്ന പ്രൊജക്ട് ആവശ്യമായ മാറ്റങ്ങളോടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നതിനും അനുമതി ലഭിച്ചാൽ അടിയന്തരമായി നടപ്പിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. MLA ഓഫീസിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. പവർട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PV ബിജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B. പ്രമോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ശാലിനിത, ഓവർസിയർ KR രമ്യ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. NGO അസോസിയേഷൻ ചാവക്കാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ ചാവക്കാട് വ്യാപാര ഭവനിൽ നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP ഹനീഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് MS ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V. യൂനസ് മുഖ്യപ്രഭാഷണം നടത്തി. ജീവനക്കാരുടെ മെമ്പർഷിപ്പ് വിതരണം ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു. ചാവക്കാട് തഹസിൽദാർ KT ബാബു മുഖ്യാതിഥിയായി. പങ്കെടുത്ത പ്രവർത്തകർക്കുള്ള നറുക്കെടുപ്പ് സമ്മാനങ്ങൾ ചാവക്കാട് തഹസിൽദാർ KT ബാബു, ഗുരുവായൂർ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ PN സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി KB ഹരീഷ് സ്വാഗതവും ട്രഷറർ നിഖിൽ V. എടക്കളത്തൂർ നന്ദിയും പറഞ്ഞു. കൃഷിയിടങ്ങളിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തുന്ന വേലൂർ തണ്ടിലം ദിലീപ് കുമാറിന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ലഭിച്ചു. പുരസ്കാരങ്ങൾ തേടിയെത്തുമ്പോഴും കൃഷി അഭിനിവേശം കൊണ്ട് ദിലീപ് തന്റെ കൃഷിയിടത്തിൽ വിവിധ വിളകളുടെ പരിപാലനത്തിലും പരീക്ഷണങ്ങളിലുമാണ്. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ അവാർഡാണ് ദിലീപ് കുമാറിന് ലഭിച്ചത്. വയനാട്ടിലെ കൃഷി അവസാനിപ്പിച്ച് മറ്റേതെങ്കിലും തൊഴിൽ പഠിക്കുവാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ദിലീപ് വേലൂരിലെത്തിയത്. പക്ഷേ ഇവിടെയും ദിലീപ് മറ്റു തൊഴിൽ തേടാതെ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷിയാണ് മനുഷ്യജീവിതത്തിന്റെ അടിത്തറ എന്ന തിരിച്ചറിവും ആഹാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതുമാണ് വീണ്ടും കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തിയത്. 2017 ഈ അവാർഡ് ദിലീപിന് ലഭിച്ചിരുന്നു. ഒരു പ്രദേശത്ത് പലതരം വിളകൾ ഒരുമിച്ച് വ്യത്യസ്ത കാലങ്ങളിൽ കൃഷി ചെയ്യുന്ന വിവിധ കൃഷിരീതിയാണ് ദിലീപ് അവലംബിക്കുന്നത്. പെരുമ്പള്ളിപ്പാട്ട് ഫൈസലിന്റെ 14 ഏക്കർ സ്ഥലത്ത് വിവിധയിനം വാഴകൾ, ഇഞ്ചി, കൂർക്ക, പയർ, പാവയ്ക്ക, പച്ചമുളക്, പൊടിക്കിഴങ്ങ്, കാവത്ത്, കുക്കുംബർ, മത്തൻ, ചേന, കരിമ്പ് തുടങ്ങി നിരവധി വിളകളാണ് കൃഷി ചെയ്യുന്നത്. ഒരേക്കർ സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത സ്ഥലത്തും നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. വിവിധ വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുകയും ഒരു വിള നശിച്ചാലും മറ്റു വിളകളിലൂടെ നഷ്ടം നികത്താൻ കഴിയുകയും ചെയ്യുന്നുണ്ടെന്ന് ദിലീപ് മറ്റ് കർഷകരെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല മണ്ണിന്റെ ബലഭൂയിഷ്ഠത നിലനിർത്താനും സഹായകരമാകും. ഇതാണ് നമ്മുടെ ജീവിതമാർഗം. ഒരു 30-35 വർഷമായി ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ എത്തിയിട്ട്. അപ്പോൾ കൃഷി മടുത്തിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പൈരക്കല്ലിൻ്റെ പണി പഠിക്കാൻ. പക്ഷേ ഇപ്പം ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത്, അതേപോലെ തന്നെ കോളേജിലെ നമ്മളെ തൃശ്ശൂർ കോളേജിൽ നിന്ന് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഇനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ 6 ഐറ്റംസ് വാഴ വന്നിട്ടുണ്ട്, നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അതേപോലെ വഴുതന ചെയ്തിരുന്നു, കയ്പ ചെയ്തിരുന്നു. ഇനി ഇഞ്ചിയുത്ത് നമുക്ക് കിട്ടിയില്ല, അടുത്ത കൊല്ലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി മഞ്ഞൾ പുതിയത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ പരീക്ഷണങ്ങളും നമ്മൾ ഈ കൃഷി സ്ഥലത്ത് ചെയ്തു പോകുന്നു. ജൈവകൃഷി, ജലസംരക്ഷണം, ആധുനിക കൃഷിരീതികൾ എന്നിവയുമായി സംയോജിപ്പിച്ച് കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ദിലീപ് പറയുന്നു. മുൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെലി ദിലീപ് കുമാർ, മകൻ അശ്വത് എന്നിവരും കൃഷിയിൽ സഹായിക്കുന്നുണ്ട്. തത്തച്ചുണ്ടുകൾ പോലെയുള്ള പൂങ്കുലകൾ. ചിറളയത്ത് കൗതുക കാഴ്ചയായി റെഡ് ജേഡ് വൈൻ. കുന്നംകുളം ചിറളയം സ്വദേശി പുലിക്കോട്ടിൽ സാമിന്റെ വീടിന്റെ ടെറസിൽ വിരിഞ്ഞു നിൽക്കുന്ന റെഡ് ജേഡ് വൈൻ കാഴ്ചക്കാർക്ക് വിരുന്നാകുന്നു.
തത്തകളുടെ ചുണ്ടുകൾ പോലെയോ കുഞ്ഞു തീജ്വാലകൾ പോലെയോ തോന്നിക്കുന്ന ഈ അപൂർവ പൂക്കൾ കാണാൻ നിരവധി ആളുകളാണ് ദിനവും ഇവിടെ എത്തുന്നത്. കടും ഓറഞ്ചും ചുവപ്പും കലർന്ന നിറത്തിൽ കുലകളായി പന്തലിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന പൂങ്കുലകൾ ഏതൊരാളുടെയും മനം കവരും. പാപ്പുവ ന്യൂഗിനിയയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്ന റെഡ് ജെഡ് വൈൻ എന്ന അലങ്കാരച്ചെടിയാണ് ഇപ്പോൾ ചിറളയത്തെ പ്രധാന ആകർഷണം. മുഗുന ബെന്നറ്റി എന്നതാണ് ശാസ്ത്രീയ നാമം. ഫ്ലെയിം ഓഫ് ഐറിയൻ, സ്കാർലറ്റ് ജേഡ് വൈൻ എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നു. നീലയോ പച്ചയോ നിറത്തിലുള്ള ജേഡ് വൈനുകൾ വീട്ടുതോട്ടങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുണ്ടെങ്കിലും ചുവന്ന ജേഡ് വൈൻ പൂവിടുന്നത് വളരെ അപൂർവമാണ്. സാമിന്റെ വീടിന് അരുകുവശത്താണ് 4 വർഷം മുമ്പ് ഈ ചെടി നടുന്നത്. തിരുവനന്തപുരത്തെ അലങ്കാരച്ചെടി വ്യാപാരിയിൽ നിന്ന് സാമിന്റെ ഭാര്യ റിക്കിയാണ് ഓൺലൈൻ വഴി വാങ്ങിയത്. തുടക്കത്തിൽ ചാണകപ്പൊടിയും ജൈവവളങ്ങളും നൽകി പരിചരിച്ച ചെടി 2 വർഷത്തിനു ശേഷമാണ് പൂവിടാൻ തുടങ്ങിയത്. അലങ്കാരച്ചെടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന സാമിന് കൂട്ടായി മക്കളായ അലനും അലീനും പരിചരണത്തിലുണ്ട്. സാധാരണയായി തണുപ്പുകാലത്താണ് ഇവ പൂക്കാറുള്ളതെങ്കിലും ഇത്തവണ പെയ്ത മഴയെ തുടർന്ന് ടെറസിലേക്ക് പടർന്ന വള്ളിയിൽ വൻതോതിൽ പൂക്കൾ പൂത്തുലയുകയായിരുന്നു. തത്തച്ചുണ്ടുകൾക്ക് സമാനമായ 100 കണക്കിന് പൂക്കളാണ് ഓരോ കുലയിലും ഒരേ സമയം താഴേക്ക് തൂങ്ങി നിൽക്കുന്നത്. കാണാൻ ഏറെ മനോഹരമാണെങ്കിലും ഇതിന്റെ പരിപാലനം ഏറെ ശ്രമകരമാണെന്ന് സാം പറയുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സാധനം പൂത്തത്. 3ാമത്തെ കൊല്ലം ഉണ്ടായി, കഴിഞ്ഞ കൊല്ലം. ഇതിപ്പോൾ 4ാമത്തെ കൊല്ലമാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ വാർപ്പിൻ്റെ മുകളിൽ കയറ്റി കാരണം വാർപ്പിന് നമുക്ക് ലീക്കാവുക എന്നുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ ഇലകളും പൂവൊക്കെ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വാർപ്പിന് കംപ്ലൈൻ്റ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പുള്ളവർക്കൊക്കെ ആണെങ്കിൽ വലിയ പറമ്പൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ ഇതേപോലെ കെട്ടിയിട്ട് മറ്റേ ഇതുണ്ടാക്കിയിട്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പടർത്താവുന്നതാണ്. ഏകദേശം 1 മാസത്തിനകം തന്നെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങും. ടെറസിലായതുകൊണ്ട് ഇവ നീക്കം ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ചുവപ്പഴക് തുളുമ്പുന്ന ഈ അപൂർവ ദൃശ്യവിരുന്ന് നേരിട്ട് കാണാനും ക്യാമറയിൽ പകർത്താനുമായി നിരവധി ആളുകളാണ് സാമിന്റെ വീട്ടിലെത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മെയിൻ റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, ഏരിയ കമ്മിറ്റി അംഗം KA പ്രയാൻ, TM സെയ്ദ് മുഹമ്മദ്, PK അബ്ദുൾ മുത്തലിബ് എന്നിവർ സംസാരിച്ചു. നെൽകർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് T സിദ്ദിഖിന് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിവേദനം നൽകി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി നെൽകർഷകരാണ് സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നെല്ല് സംഭരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും വില ലഭിക്കാത്തതുമൂലം നിരവധി കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കൃഷിക്കായി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാനും പുതിയ കൃഷി ഇറക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നെൽകർഷകർ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചും ഈ മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മന്ത്രിയെ തൃശൂർ രാമനിലയത്തിൽ വെച്ച് നേരിൽ കണ്ടത്. തുടർന്ന് കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി വിശദീകരിച്ചപ്പോൾ അനുകൂല നിലപാട് അറിയിക്കുകയും കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ബാക്കിയുള്ളവർക്ക് എത്രയും വേഗം വിതരണം ചെയ്യുമെന്നും കൃഷിമന്ത്രി അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉറപ്പു നൽകി. കർഷകരുടെ ആശങ്കകൾ ഗൗരവമായി പരിഗണിച്ച മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യുകയും തൃശൂർ ടൗൺഹാളിൽ നടന്ന തൃശൂർ കോൾമേഖല കർഷക പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗത്തിലും നെല്ലിന്റെ വില എത്രയും വേഗം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുടിശ്ശികയായ തുക വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനുമായി സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ, പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ടിപ്പു സുൽത്താൻ ആറ്റുപുറം തുടങ്ങിയവർ മന്ത്രിയെ സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ സൊസൈറ്റിയുടെ നവീകരിച്ച കാർഷിക വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഗിരീഷ് കുമാർ, ഡയറക്ടർമാരായ ശശി പൂവത്ത്, മുത്തു, ഉണ്ണികൃഷ്ണൻ, ശ്രീകല ശങ്കരനാരായണൻ, ഷീബ സൈമൺ, വിലാസിനി, സുമയ്യ, ഫാത്തിമ, ബാങ്ക് സെക്രട്ടറി, ജീവനക്കാർ, സഹകാരികൾ, പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. കുന്നമംഗലം
കുന്നംകുളത്തിന്റെ ജനപ്രിയ ടെക്സ്റ്റൈൽസായ കേരള വസ്ത്രാലയത്തിൽ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫോളോവേഴ്സ് 1 ലക്ഷം കവിഞ്ഞതിന്റെ ആഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന് അണിഞ്ഞൊരുങ്ങാനുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയും കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ വരവേൽക്കുകയാണ്. കേരള വസ്ത്രാലയത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞതിന്റെ സന്തോഷമാണ് കേരള വസ്ത്രാലയത്തിൽ ജീവനക്കാർ ചേർന്ന് ആഘോഷിച്ചത്. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു, സമാദരവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം കുന്നംകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലായ റോയൽ ദയ ഹോസ്പിറ്റലും കേരള വസ്ത്രാലയവും സംയുക്തമായി കേരള വസ്ത്രാലയത്തിലെ ജീവനക്കാർക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ചികിത്സാ സഹായമായി അവരുടെ ബില്ലുകളിൽ ഡിസ്കൗണ്ട് നൽകാനുള്ള കരാറിലും ഒപ്പിട്ടു. കേരള വസ്ത്രാലയത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി വണ്ടർല വാട്ടർ തീം പാർക്ക് കുറഞ്ഞ നിരക്കിൽ സന്ദർശിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ട്രെൻഡിനനുസരിച്ചുള്ള എല്ലാത്തരം വസ്ത്രങ്ങളും റണ്ണിംഗ് മെറ്റീരിയലുകളും കേരള വസ്ത്രാലയത്തിൽ ഓണത്തിനായി എത്തിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കുന്ന കേരള വസ്ത്രാലയത്തിൽ ഉപഭോക്താക്കളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,200 രൂപ, പവന് 1,05,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. BJP വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീഷ് പമ്പറമ്പലിന്റെ മാതാവ് അംബിക നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേന്ദ്രൻ ഭർത്താവാണ്. കുന്നംകുളം തെക്കേയങ്ങാടി വാഴപ്പുള്ളി കൊച്ചുണ്ണി മകൻ ജോസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. കൊച്ചന്ന ഭാര്യയും പിങ്കി, പ്രിൻസി, പിന്റു എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മണ്ടംപറമ്പ് പരേതനായ പുത്തൂർ ജോസഫ് മാസ്റ്ററുടെ മകൻ പോൾ ജോസഫ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഫിലോമിനയാണ് ഭാര്യ. സ്വപ്ന, അജിത്ത് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. അമ്മയും കുഞ്ഞും ബ്ലോക്ക് കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. രോഗികളെ പാർപ്പിക്കുന്ന കെട്ടിടമല്ലാത്തതിനാൽ അപകടം ഒഴിവായി. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതം. ഗുരുവായൂരിൽ വെർച്വൽ ക്യൂ ഹിറ്റ്. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്ക് ദർശനത്തിന് അവസരം. പരീക്ഷാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായതായി ദേവസ്വം. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. മണ്ഡലം രൂപീകൃതമായ ശേഷം ബങ്കിപ്പൂരിൽ ആദ്യമായി BJP തോൽക്കുന്നത് ജന്തർ മന്ദിർ സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ജനവിരുദ്ധ വികാരത്തിന്റെ ശരിയായ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിഫലനമാണെന്നും രാജീവ്. സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയത്തിൽ മറ്റത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് കൈമാറി സർക്കാർ ഉത്തരവായി. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ എന്നിവയുടെ ഉടമസ്ഥാവകാശമാണ് 28 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാർ ഉത്തരവിലൂടെ പള്ളിക്ക് സ്വന്തമാകുന്നത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണമെന്ന ആരോപണം. ആക്രമണത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി.
മണ്ണെടുപ്പ് മൂലം കിഴക്കേ പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മേഖലയിൽ സന്ദർശനം നടത്തി. കിഴക്കേ പന്നിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൽ നിന്ന് വൻതോതിൽ മണ്ണെടുത്തതാണ് പ്രദേശത്ത് കടുത്ത അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.